ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ന്യൂ ഇയറിൻ്റെ. അപ്പോൾ വന്ന് രാവിലെ തന്നെ നമ്മുടെ പണിയൊക്കെ ശേഷം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് എടുത്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പുതിയതായിട്ടുള്ളൊരു ഡയറി എടുത്ത്. അത് വലിയ പുതിയൊന്നല്ല, എന്നാലും ഒരു പുതിയ ഡയറി. അപ്പോൾ അതെടുത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് എന്തൊക്കെ ഒരു ജേർണൽ ടൈപ്പ് എഴുതാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതിന് തന്നെ ഞാൻ വിചാരിച്ചത് നമുക്ക് പുതിയ വർഷമാണ് 2024. പല കാര്യങ്ങളും നമുക്ക് റിഗ്രറ്റ് ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും നമുക്ക് കളയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പല നല്ല കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ലൈഫിൽ. അതൊക്കെ വെച്ചുകൊണ്ട് തുടങ്ങണമെന്ന് വിചാരിച്ചാണ് നമ്മളിത്. അങ്ങനെ ജേർണലിങ് വലിയ ടൈപ്പൊന്നും ഞാൻ എഴുതുന്ന ആളല്ല. അപ്പോൾ എന്നാലും തുടക്കം ഒരു നല്ല രീതിയിൽ എന്തൊരു മോട്ടിവേഷൻ ടൈപ്പിലോട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യണം. അപ്പം ഞാനൊരു നിങ്ങൾ എസ്തെറ്റിക് എന്നൊന്നും പറയണ്ട, നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് നമ്മളിങ്ങനെ ജേർണലിങ് ചെയ്യുകയാണ്. അപ്പം എപ്പോഴും പോസിറ്റീവായിരിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. 2024 തുടങ്ങിയതും തീർന്നതും മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ. പല കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷേ ചില കാര്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ നടക്കത്തില്ല. പക്ഷേ എന്തായാലും നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും വല്ലപ്പോഴെങ്കിലും ഒന്ന് ഓർത്ത് നമ്മൾ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ പല നെഗറ്റീവ് കാര്യങ്ങൾ കാണും. അത് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എനിക്ക് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് എഴുതുക. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ എനിക്കെന്നല്ല, ഞാനിപ്പം എൻ്റെ മാത്രമല്ല, എനിക്കൊരു എന്താ പറയേണ്ടത്, നമ്മളൊരു പേഴ്സൺ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വൈഫ്, ഒരു മോമ്, അങ്ങനെ എല്ലാ രീതിയും കൂടി ചേർന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളൊരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു സെൽഫായിട്ട് ഒരു കെയർ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്കൊന്ന് ലൈനായിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ എഴുതി വെക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തുടക്കം ഒരു നല്ല രീതിയിൽ തുടങ്ങട്ടെ, കുറച്ച് പോസിറ്റീവ് വൈബോടെ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ മാത്രമല്ല, നമ്മുടെ നാം പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്നു, ചില കാര്യങ്ങൾ നടക്കുന്നു, ചില കാര്യങ്ങൾ നടക്കത്തില്ല. പക്ഷേ നമ്മൾ അന്ന് വെച്ചാൽ അയ്യോ നടന്നില്ല എന്ന് വെച്ചാൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലൈഫ് മുന്നോട്ട് പോകത്തില്ല അല്ലേ. അപ്പം 365 ഡേയ്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ 365 ഡേയ്സും ഓരോ ഡേയും പുതിയ ഒരു ചാൻസാന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ്, ആരൊറ്റ മനുഷ്യരും ഇല്ല നെഗറ്റീവായിട്ടുള്ള. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മുടെ മനസ്സിനുള്ളിലകത്തുള്ള നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ശരിയാണ് നമുക്ക് ഒത്തിരി, ഞാനും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളൊക്കെ തന്നെ. അപ്പം ഈ ചാനൽ തുടങ്ങിയത് തന്നെ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പൊന്നും പണ്ടൊക്കെ നമ്മൾ ഓരോന്ന് വരയ്ക്കുകയും ചെറിയ ചെറിയ ക്രാഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ചാനൽ തുടങ്ങണമെന്നൊന്നും വിചാരിച്ചില്ല. ഞാനും നിങ്ങളെപ്പോലൊക്കെ തന്നെ യൂട്യൂബ് വാച്ച് ചെയ്യുകയും വ്ളോഗ് വാച്ച് ചെയ്യുകയും ഒക്കെ സത്യം പറഞ്ഞാൽ നേരത്തെ തുടങ്ങേണ്ടതാണെന്ന് ചിലപ്പം വിചാരിച്ചു. പിന്നെ തുടക്കത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. ഞാൻ സത്യമായിട്ട് പറയാം, നല്ലോണം ഞാൻ സ്ട്രഗിൾ ചെയ്തു, നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു തരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ എത്തുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഇയറിനകത്ത് എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എനിക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ കൂട്ടിച്ചേർത്തുള്ള എൻ്റെ ആഗ്രഹങ്ങളായിരിക്കുമല്ലോ നമ്മുടെ ഉള്ളിലകത്തുള്ളത്. അപ്പം അതാണ് ഇതിനകത്ത് ഞാൻ എന്തൊക്കെ എനിക്ക് വേണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഉദ്ദേശിച്ചുള്ള ഒരു പേജാണ്. ഞാൻ വലിയ ജേർണൽ ടൈപ്പിങ്ങിന് വലിയ ഇതായിട്ടൊന്നും ചെയ്യാനിരിക്കില്ല. ഒരു മിനിമലായിട്ടുള്ള ഒരു ചെറിയ ഒരു ഡയറി കുറിപ്പെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ചെറിയ ജേർണൽ പറഞ്ഞോ അതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എഴുതി വെക്കുന്ന വെച്ചാൽ അത് നമ്മുടെ മനസ്സിനകത്തുനിന്ന് ഉള്ള കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമോ ഒരു സമാധാനമോ എന്തെങ്കിലുമൊക്കെ. ഒരു പുതിയ വർഷമല്ലേ, ഇങ്ങനെയൊക്കെ എല്ലാവരും നമ്മളെന്ത് പറയുന്നത്, ഈ ആദ്യത്തെ ദിവസം പുതിയ വർഷം തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ചെയ്യുന്ന എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന പറയത്തില്ല. പണ്ടൊക്കെ പറയത്തില്ലായിരുന്നു ആദ്യ ദിവസം അങ്ങനെ ചെയ്യില്ലേ, അതും പിന്നെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം, അങ്ങനെ പറയത്തില്ലേ. അപ്പം രാവിലെ തന്നെ അടുക്കും ചിരട്ടയായിട്ടെല്ലാം എഴുന്നേറ്റ് നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യുന്ന വിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് വേണ്ട എന്തൊക്കെ തിങ്സാണ് എനിക്ക് ലൈഫിൽ നിന്ന് വേണ്ടാന്ന് വെക്കുക, അവോയ്ഡ് ചെയ്യേണ്ട പല നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ഫീലിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീനായിരിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളയണമെന്ന് വിചാരിച്ച് ഞാൻ എഴുതിയാണ്. എനിക്കങ്ങനെ ജേർണലിങ് ടൈപ്പൊന്നും എഴുതാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് എഴുതി വെക്കുന്നത്. ഇത് എഴുതി കഴിയുമ്പം വല്ലപ്പോഴെങ്കിലും ഒന്ന് ഈ ഡയറി തുടങ്ങുമ്പോൾ നോക്കുമ്പോഴത്തേന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ വോളയിൽ ഇതൊന്ന് ഒട്ടിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഈ വിഷൻ ബോർഡ് ടൈപ്പ് തന്നെ. വിഷൻ ബോർഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ വർഷം ആഗ്രഹമുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ പിക്ചർ എടുത്തിട്ട് അതൊരു വിഷൻ ബോർഡ്, അതൊരു A4 സൈസോ A3 സൈസോ ഏതെങ്കിലും അതിനകത്ത് നിങ്ങൾ ഒട്ടിച്ച് വെച്ച് അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് വേണം, അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യില്ല, അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ഹാബിറ്റുകൾ എന്തെങ്കിലും കളയണോ, അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ
വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒത്തിരി നേരം മൊബൈൽ കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയത്തും ഒത്തിരി സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം എഴുതുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതുക. അതൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരത്തില്ല, ഞാനിതൊക്കെ എഴുതി, ഇത് വല്ലപ്പോഴെങ്കിലും തുറന്നു നോക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളങ്ങനെയാണ് തുടങ്ങുക, നിങ്ങൾ വലിയ ജേർണലിങ് ടൈപ്പൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ഞാൻ ജേർണലിങ് എന്ന് പറയാനില്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ അധിക രീതിയിലങ്ങ് എഴുതുക. ഒരു ഡയറിക്കകത്ത് പുതിയ ഡയറി പുതിയ തുടക്കം, അപ്പം പുതിയ ഇയർ അല്ലേ, എന്തെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ മോശമല്ലേ. അപ്പം ഈ വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഇതിനകത്ത് ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ, ചില സ്റ്റിക്കേഴ്സ് പണ്ടൊരു സ്റ്റിക്കറിൻ്റെ ബുക്ക് മേടിച്ചില്ലേ, അതുകൊണ്ടെന്നുള്ളതാണ്. അപ്പം എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. അപ്പം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, നല്ല തുടക്കം.